ഹായ് ഹലോ, എൻ്റെ പേര് ശ്രീജിത്ത്. 900 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിന്ന് വരുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, പഴംപൊരി ബീഫ് വരട്ടും പഴംപൊരി ഉണ്ടാക്കും. എന്താണെന്ന് എനിക്കറിയില്ല, ഒരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഴംപൊരിക്കുള്ള ബാറ്റർ റെഡിയാക്കും. എന്നിട്ട് അതൊരു ഹാഫ് ആൻ അവർ വെക്കും. ആ സമയത്ത് നമ്മൾ ബീഫ് ഉണ്ടാക്കും. ലാസ്റ്റ് പഴംപൊരി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനായിട്ട് പോകും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പഴംപൊരിയുടെ പ്രിപ്പറേഷനോട് കിടക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗമായ പഴംപൊരിയുടെ ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ മൈദ വേണം. മൈദ നമ്മൾ 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുണ്ട്, വറുത്ത അരിപ്പൊടി. വേറൊന്നുമല്ല, അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരിക്ക് ഒരു ക്രിസ്പിനെസ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മളൊരു 2 ടീസ്പൂൺ 3 ടീസ്പൂൺ പഞ്ചസാര വേണം. പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ ഇട്ടു, 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. ഒരു നുള്ളു ഉപ്പ് വേണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം, ചെറു ചൂടുണ്ട് വെള്ളത്തിന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. കൈവച്ച് മിക്സ് ചെയ്യണം, കൈവച്ച് മിക്സ് ചെയ്യാം. ഇത് പച്ചവെള്ളം ഒഴിക്കരുത്. എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അധികം വെള്ളം കൂടിപ്പോയത്, അധികം കട്ടിയോ ആകല്. വെള്ളം ഒരുപാട് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴം ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ നിൽക്കത്തില്ല. പഴത്തിൽ നമ്മൾ ഈ ഒരു ബാറ്റർ അതിൽ നിന്ന് പഴത്തിൽ നിന്ന് ഊരിപ്പോകും. അതുപോലെ ഒരുപാട് കട്ടിയായാലും ഒരുപാട് ബാറ്റർ അതിൽ പിടിക്കും. അപ്പോൾ ഒരുപാട് കട്ടിയായിപ്പോകും നമ്മുടെ പഴംപൊരി. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിൽക്കണം. അധികം ലൂസും ആയാൽ അധികം കട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു ലെവലിൽ കിട്ടണം നമുക്ക്. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, ഒരുപാട് ടൈറ്റ് ആവുകയും ചെയ്യരുത്. ഇതിനി നമ്മൾ ഇങ്ങനെ തന്നെ വെക്കും ഒരു 20 മിനിറ്റ് 30 മിനിറ്റ്. അപ്പോൾ മാവ് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവും, കുറച്ചുകൂടെ ഒന്ന് വരിയും. അപ്പോൾ നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ ബീഫിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തത് ബീഫിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോവാണ്. ആദ്യം നമ്മൾ ബീഫ് അടുപ്പേക്ക് കയറ്റുവാണ്. ബീഫ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം കുക്കറിലിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബീഫ് ആദ്യം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണം വരട്ടുന്നതിന് മുന്നേ. ബീഫ് മാത്രം ജസ്റ്റ് കുക്കറിലിട്ടിട്ട് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ പെപ്പർ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിലിട്ട് വിസിലടിപ്പിക്കണം. ഒരു 20 മിനിറ്റ്സ് വെക്കണം. അത് ഒരു 10-12 വിസിലിൻ്റെ അടുത്ത് വരും വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് ഓരോരോ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 20 മിനിറ്റ്സ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, വെള്ളം ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ നോർമൽ നമ്മൾ ബീഫ് കറി ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി നമുക്ക് ആവശ്യമാണ്. പക്ഷെ വരട്ടാൻ നമുക്ക് ഗ്രേവി വേണ്ട. ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അതിന് വേണ്ട സവോള മറ്റ് കാര്യങ്ങൾ കട്ട് ചെയ്യുവാണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. മുബാറക്, യെസ് ദ മാൻ. എത്ര കാലം നീ പഠിച്ചത് ഇങ്ങനെ കട്ട് ചെയ്യാൻ? എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് ആവശ്യം വരില്ല. അതാണ് ആ പെൺകുട്ടിയുടെ ഭാഗ്യം. ഇല്ല, അവൻ കട്ട് ചെയ്യട്ടെ. അവൻ കട്ട് ചെയ്യട്ടെ. അവൻ കൂടി എടുത്തോ, നമുക്ക് ട്രോളിന് ആവശ്യം വരും. ഓക്കെ.
ഓൻ പറഞ്ഞു ഓൻ്റെ കട്ടിങ്ങാണ് നല്ലതെന്നാണ് പറയുന്നത്. കട്ടി കട്ടെന്ന് വിചാരിച്ചു. ബോസേ ഞാൻ ട്രൈ ചെയ്യണം. അങ്ങനെ പറയല്ലേ. ഇത് ഇന്നത്തെ ആവശ്യത്തിനാണ്. അയ്യോ ഇത് റോഡ് ഉരുളുന്ന പോലെ ഉണ്ടല്ലോ. ഇത് നിങ്ങൾ തീരുവോ? ആവശ്യത്തിനാണ്, പെട്ടെന്ന് ആയിക്കോട്ടെ. അമ്മ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബീഫ് 12 വിസിലടിച്ചു. നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് തക്കാളി, അതുപോലെ സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. ഏകദേശം ഒരു 4 വലിയ സവോള നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പച്ചമുളക് ഒരു 8 പീസ് പച്ചമുളകുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 8 പീസുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയുണ്ട്. പിന്നെ ഒരു 2 തക്കാളി സ്ലൈസ് ചെയ്തുകൊണ്ട് ഇഞ്ചിയും പച്ചമുളകും നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പേസ്റ്റ് ആക്കിയില്ല. ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബീഫ് നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ബീഫിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിപ്പം ബീഫ് അതിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു വെള്ളമാണ്. ഇത് നമ്മൾ കളയില്ല. ഇതിലാണ് നമ്മൾ വരട്ടുന്നത്. ആ വെള്ളത്തിൽ തന്നെയാണ് വരട്ടുന്നത്. സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ റൈസ് ഇനി അടുത്ത പരിപാടി എന്താ? ഇനി ബീഫ് വെന്ത് കഴിഞ്ഞു. ഓൾറെഡി ബീഫ് സെറ്റാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് താളിക്കാൻ പോവാണ്. മസാല ഫുള്ള് പ്രിപ്പയർ ചെയ്തിട്ട് ബീഫ് മിക്സ് ചെയ്യും. അതെ, വെന്ത് കഴിഞ്ഞതിനെ കൊണ്ട് ഇനി അധികം സ്റ്റെപ്പൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വരട്ടി എടുക്കാനുള്ളൂ. അധികം സമയം എടുക്കില്ല. ആദ്യം ആവശ്യത്തിന് ഓയിൽ ആവശ്യമാണ്. അതെ, ഓയിൽ ചൂടാവണതിന് മുന്നേ ഒരിക്കലും ഉള്ളി ഇടരുത്. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി എത്ര ഇടണം എന്നുള്ളത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതിനനുസരിച്ചാണ്. മനസ്സിലായോ? ഈ ബീഫ് വരട്ടാന്ന് പറയുമ്പോൾ നല്ലോണം അങ്ങനെ ഗ്രേവി മാതിരി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉള്ളി നിങ്ങൾക്ക് എടുക്കുക. പ്രശ്നമില്ല. ഉള്ളി കൂടുതൽ കുറച്ച് എടുത്തെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. ബട്ട് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ സവാള ഏകദേശം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും മുളകും മൊത്തമായിട്ട് അങ്ങോട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് കൊത്തി അരിഞ്ഞിട്ടുള്ള കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിടരുത്. കൊത്തി അരിഞ്ഞ് തന്നെ ഇടണം. ചതച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ ടേസ്റ്റാണ്. കൊത്തി അരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ തന്നെ ടേസ്റ്റാണ്. കൊത്തി അരിഞ്ഞിട്ടാലേ ഈ വരട്ടുന്നതിന് ആ ഒരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നല്ലോണം മൂക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ശ്രീചേട്ടാ, ഈ പച്ചമണ ഒന്ന് പോയി കിട്ടണവരൊന്ന് വഴറ്റിയെടുക്കുക മൊത്തത്തേക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും നല്ലോണം ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. ആരെവിടെ? തക്കാളി ഒന്ന് ജസ്റ്റ് കുഴയുന്നവരെ ഒന്നുകൂടി വഴച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മസാല ആഡ് ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മളെ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് മസാലസ് ആഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. മസാല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അല്ല 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1.5 ടീസ്പൂൺ മീറ്റ് മസാല. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഫ്ലേവർ കൂടുതൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ മീറ്റ് മസാല ആഡ് ചെയ്യും. അത് ഓപ്ഷണലാണ്. അത് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, വലുതായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും, അത്ര മതി. സംഭവം നോർമലി ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാളെ യൂട്യൂബ് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ വർണ്ണശബളമായിട്ട് അലങ്കരിച്ച് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ആഡ് ചെയ്തത് എനിവേ തട്ടി മസാലൻ്റെ ഒരു കുത്തലുണ്ടാവും എന്താണെങ്കിലും. ആ കുത്തൽ മാറുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് വേവിക്കണം, അത്രേ ഉള്ളൂ. ആ കുത്തൽ മാറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ആഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു കോൾ വന്നു. ആ സമയത്ത് ഞാൻ കോൾ എടുക്കാൻ പോയ സമയത്ത് റൈസ് ഒന്നും വേണ്ടിയില്ല, ബീഫ് ആഡ് ചെയ്തു മസാലയിലോട്ട്. അതുകൊണ്ട് ജസ്റ്റ് മസാലയിൽ ബീഫ് ആഡ് ചെയ്യുന്ന പോർഷൻ മിസ്സായി. അപ്പം നമ്മൾ ബീഫ് ആഡ് ചെയ്തു. ആ വേവിച്ച് വെച്ച ബീഫ് മൊത്തമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെറ്റായിരിക്കുന്ന മസാലയിൽ ആ വെള്ളം അതിൻ്റെ കൂടെ ബീഫ് വെന്ത വെള്ളമാണ് ഇതിൻ്റെ ആഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക്, ബീഫിൻ്റെ സ്റ്റോക്ക് വാട്ടറും ഇതും എല്ലാം കൂടി ചേർന്നിട്ട് കറക്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പെർഫെക്റ്റ് ഗ്രേവി ആയിട്ട് സെറ്റ് ആവുന്നുണ്ട്. ഇതൊന്ന് നല്ലോണം വറ്റി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളെ പെർഫെക്റ്റ് ബീഫ് വരട്ടിയതുണ്ടാവുക. ആ സ്മെല്ലടിക്കുന്നുണ്ടല്ലോ അല്ലേ? അതാണ് നന്നായിട്ട് വറ്റണ്ടേ കുറച്ചുകൂടെ വേണം. അത് കുറച്ച് നേരം മൂടി വെക്കും. അങ്ങനെ ബീഫ് സെറ്റാക്കിയിട്ട് അതിൻ്റെ കൂടെ മല്ലിച്ചപ്പ് ശകലം ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തു. ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് നമ്മൾ വരട്ടി സെറ്റാക്കി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം പൊരിക്കണം. പഴം പൊരിക്കാനുള്ള സാധനം റെഡിയാക്കാൻ പോവാണ്. ബീഫ് സെറ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് പഴംപൊരിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ പഴം പൊരിക്കാനുള്ള പഴം 2 സൈഡും ചെത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു അധികം വലിപ്പമുള്ള പഴമല്ല, നേന്ത്രക്കായ ഒരു മീഡിയം ടൈപ്പാണ്. അതുകൊണ്ട് നമ്മളൊരു വിചാരിക്കുന്ന ഒരു 3 പീസാക്കി കട്ട് ചെയ്യാമെന്നാണ്, 3 സ്ലൈസ് ആക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്, ഒരെണ്ണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാം. ഒരുപാട് കട്ടി കൂടുകയും ചെയ്യല്, അധികം കട്ടി കുറയുകയും ചെയ്യരുത്. ഇതിപ്പോൾ നമ്മളൊരു 3 പീസ് 4 ആക്കുന്നുണ്ടല്ലേ. 4 ആക്കണമെന്നില്ല, 3 മതി. അത്യാവശ്യം കട്ടി വേണം, ഒരുപാട് നൈസും ആകരുത്. ഇപ്പോൾ നമ്മൾ 4 എണ്ണം കട്ട് 4 പീസാക്കിയിട്ടുണ്ട് ഒരെണ്ണം. ഓക്കെ, 3 പീസ്. നോർമലി 3 പീസ് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ല അത്യാവശ്യം തിക്നെസ്സും കിട്ടും, ഒന്നും ഓവറാവില്ല. അപ്പോൾ നമ്മുടെ പൊരിക്കാനുള്ള നേന്ത്രക്കായ നല്ലതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി എണ്ണയൊന്ന് ചൂടാക്കാൻ പോവാണ് പൊരിക്കാനുള്ള. കുറച്ചുകൂടെ വെച്ചോ, മുങ്ങിക്കിടക്കണം നന്നായിട്ട്. ഇച്ചിരൂടെ വെച്ചോ. ഓക്കെ, ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ആ നേന്ത്രക്കായ
നമ്മുടെ ബാറ്ററിൽ ആഡ് ചെയ്യുവാണ്, മിക്സ് ചെയ്യുവാണ്. കറക്റ്റ് അല്ലേ? ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ല. ഇനിയിപ്പോൾ നമ്മുടെ എണ്ണ ചൂടായൊന്ന് ചെക്ക് ചെയ്യണം ഫസ്റ്റ്, എന്നിട്ട് ഇടാവുള്ളൂ. എണ്ണ ചൂടായണമെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബാറ്റർ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊങ്ങി വരും ഓട്ടോമാറ്റിക്കായിട്ട്, നല്ല ഇതായിട്ട്. താഴ്ന്നു പോയി കഴിഞ്ഞാൽ ചൂടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും മേളിൽ വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് അത് ഏകദേശം സെറ്റാണ്. നമ്മുടെ ആഡ് ചെയ്യുവാണ് കായ. ഓക്കെ, ഓക്കെ. നമ്മുടെ ഈ പ്ലേറ്റിൽ 3 വെക്കാൻ പറ്റുള്ളൂ പാനിൽ. ശ്രദ്ധിച്ചിരിക്കണം, വേറൊന്നുമല്ല, അതിൻ്റെ ഒരു കളറ് ബ്രൗണിഷ് ആകുമ്പോൾ നമ്മളത് മറിച്ചിടണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പഴംപൊരി ഇത് ലാസ്റ്റ് സെക്ഷനാണ്, ഏകദേശം കഴിഞ്ഞ്. ഇനി ഇവനൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് പ്ലേറ്റിനോട് മാറ്റാം. ഇത് കണ്ടോ, ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി അതുകൂടെ കഴിഞ്ഞ് നമ്മൾ ടിഷ്യൂ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. എന്നിട്ട് ആ പ്ലേറ്റിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ബീഫ് കൂടെ ഒരു പ്ലേറ്റോട് വെക്കും. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് വരട്ടിയത് സെറ്റായി കണ്ടോ. അതുപോലെ നമ്മുടെ പഴംപൊരിയുണ്ട്, പഴംപൊരി നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇവരെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ല, പൊളിക്കുമെന്ന് തോന്നുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പഴംപൊരി അതുപോലെ ബീഫ് വരട്ടിയും റെഡിയാണ്, സെറ്റാണ്. നമ്മൾ പ്ലേറ്റിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അത് ടേസ്റ്റ് ചെയ്യണം. വേറെ സൈഡിൽ ഇരിപ്പുണ്ട്, കാണാൻ ഒരു രക്ഷയില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്യാണ്. വേറെ എടുത്തു. മോനെ ഒരു രക്ഷയില്ല. വെറുതെ വീഡിയോട്ട് പറയുന്നല്ല, രണ്ടും അതായത് ബീഫിൻ്റെ മസാല ടേസ്റ്റ് എല്ലാം ഉണ്ട്, കൂടെ ചെറിയൊരു പഴംപൊരിയുടെ മധുരവും ഇതൊക്കെ വേറൊരു ടേസ്റ്റാണ്, ഒരു ക്രിസ്പിനെസ്സും ഉള്ളൂ. രണ്ടും മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കഴിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല, വേറൊരു ടേസ്റ്റ്, വേറൊരു ഫീലിങ്സാണ്. ശരിക്കും അത് റിയലി അത് എൻജോയ്, നമ്മളത് ട്രൈ ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു കിട്ടുള്ളൂ. പൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ റൈസ് വന്നു. റൈസ് ഇവിടെ ഉണ്ട്. ഇനി അവനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ കഴിച്ച് നോക്കി, അപ്പോൾ അവനൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. റൈസ്, നീ ടേസ്റ്റ് ചെയ്യും എങ്ങനെയുണ്ടെന്ന് പറ. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തു, എങ്ങനെയുണ്ടെന്ന് പറ. ബീഫ് ഒരു രക്ഷയില്ല, എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പഴംപൊരി മോശമൊന്നുമല്ല, പഴംപൊരി ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? റിയലി നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, പൊളി സാധനം. അപ്പം ഫ്രണ്ട്സ്, ഞങ്ങൾ എന്തായാലും സാധനം ഫിനിഷ് ചെയ്തിട്ട് പാത്രം കാര്യമാക്കിയിട്ട് വരാം. അതാണ് ആദ്യത്തെ ലക്ഷ്യം. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അന്ന് കഴിച്ച് പാത്രം കാര്യമാക്കാൻ പോവാണ്. അപ്പോൾ ഓക്കെ, പാത്രം ഏകദേശം കാര്യമാകാറായി. ഒരു 2 മിനിറ്റ് കൂടെ ഫിനിഷാകും. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടല്ലോ, നമ്മൾ പാത്രം ഫുള്ള് കാര്യമാക്കി. നിറച്ചുണ്ടായിരുന്നു പഴംപൊരി, കൂടാതെ നമ്മൾ ആട്ടപ്പൊറോട്ട ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, എല്ലാം ഫിനിഷ് ചെയ്തു. റൈസ് ആദ്യം കഴിച്ച് എന്നിട്ട് പോയി. ഞങ്ങളിവിടെ ഇരിക്കുവാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടപ്പേന്ന് അടിക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ഉണ്ട് അത്യാവശ്യം. അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി കാണുന്നവരേക്കും സൈനിങ് ഔട്ട് ഫ്രം ശ്രീ. ബൈ.